ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശുദ്ധമാവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്നുള്ള കോൺഗ്രസിന്റെ MP, രണ്ടാം തവണയാണ് അദ്ദേഹം കാസർഗോഡിനെ പ്രതിനിധീകരിക്കുന്നത്. ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവെച്ചാണ് MP ആകുന്നത്. വടകരയിലെ വലിയ പോരിൽ 1,13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയതാണ്. ഷാഫി പറമ്പിൽ, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഭരണഘടനയുടെ കോപ്പി വലതു കൈയിൽ ഉയർത്തിപ്പിടിച്ചാണ് ഷാഫി പറമ്പിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. MP സ്ഥാനം ഏറ്റെടുത്തത്. വടകരയിൽ CPM-ന്റെ KK ശൈലജയ്ക്കെതിരായ പോരാട്ടത്തിൽ 1,13,000 വോട്ടുകളുടെ ലോക്സഭയിലെത്തി. MK രാഘവൻ. MK രാഘവൻ കോഴിക്കോടിന്റെ MP ആയി ചുമതലയേൽക്കുന്നു. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നു. MK രാഘവനായ ഞാൻ ലോകസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. 2009 മുതൽ ഇങ്ങോട്ട് ദീർഘകാലം കോഴിക്കോടിന് ഒരേ ഒരു ജനപ്രതിനിധിയാണ് പാർലമെന്റിലേക്ക് അയക്കാൻ കഴിയുന്നത്. MK രാഘവനാണ്. കോഴിക്കോടിന്റെ രാഘവേട്ടൻ എന്ന വിളിപ്പേരിനൊടുങ്ങായ MK രാഘവൻ 1.5 ലക്ഷത്തോളം വന്ന ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MK രാഘവൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.